നടുനിവർത്താൻ സമയം കിട്ടിയില്ല എന്ന് പണ്ടുള്ളവർ പറയണ പോലെ ഇന്ന് മനസമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഫോൺ നോക്കാനുള്ള സമയമാണ് എനിക്ക് കിട്ടാതെ പോയത്. ഒഴിവുള്ള ദിവസങ്ങളൊക്കെ വെറുതെ കളഞ്ഞതുകൊണ്ട് പേപ്പർ പ്രസൻറ്റേഷൻ്റെ സമയം അടുത്തതുകൊണ്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലൈബ്രറിക്കകത്തായിരുന്നു. അത് കഴിഞ്ഞ് ശിവാനിയുടെ കൂടെ അവൾക്ക് ക്രോഷ്യ ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ബ്രോഡ്വേയിലോട്ട് പോയപ്പോഴാണ് ഒരു കാലത്ത് ഞാനും ഡ്രീം ക്യാച്ചറുകൾ ഉണ്ടാക്കിയിരുന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ചത്. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയാതെ ഡ്രീം ക്യാച്ചർ വാങ്ങാനുള്ള സാധനങ്ങളും വാങ്ങി ഹോസ്റ്റലിൽ എത്തിയപ്പോഴത്തേക്കും റൂംമേറ്റായ അതിഥി ചേച്ചിക്ക് മുക്കുത്തി മേടിക്കാനൊരു മോഹം. അതും ഭീമയും തന്നെ വേണം, സിൽവർ തന്നെ വേണം. 2 കണ്ടീഷൻ വെച്ച് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ആദ്യത്തേത്, എനിക്ക് വീഡിയോ എടുക്കാനുള്ള കണ്ടൻറ്റ് തരണമെന്ന് ഞാൻ കണ്ടീഷൻ വെച്ചപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫേസ് കാണിക്കരുത്, നീ എന്ത് വീഡിയോ വേണമെങ്കിലും എടുത്തോന്ന് ചേച്ചിയും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലുടനീളം എൻ്റെ കൂടെയുള്ള പെൺകുട്ടിയുടെ ഫേസ് നിങ്ങൾക്ക് കാണില്ല. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഞാനും അനാമികയും ദേവു ചേച്ചിയൊക്കെ ബോഡി ഫിറ്റാക്കാൻ വേണ്ടി 1 വർഷത്തെ മെമ്പർഷിപ്പ് എടുത്ത് ആകെക്കൂടെ 3-4 മാസം പോയ ജിമ്മിൻ്റെ ഫ്രണ്ടിലൂടെ നടന്നു നീങ്ങി. ആ ജിമ്മും അവിടെ കൊടുത്ത പൈസയും എൻ്റെ ബോഡിയും ഒക്കെ നോക്കി നോക്കി ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഭീമയിലെത്തി. അവിടെ എത്തി പുള്ളിക്കാരൻ 1 അല്ല 2 അല്ല 3 അല്ല 5-6 ട്രേകൾ നിരത്തി ഡിഫറെൻറ്റ് വെറൈറ്റീസുള്ള മുക്കുത്തികൾ എടുത്തു തന്നപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഒറ്റ മൈൻഡിൽ എന്നാ ചേട്ടാ 2ഉം എടുത്തോന്ന് പറഞ്ഞ് ഞങ്ങൾ ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിയിൽ ഒരു നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. എന്നാൽ പിന്നെ ഹോസ്റ്റലിൽ ഉരുളക്കിഴങ്ങിനേക്കാൾ നല്ലത് മസാലദോശ കഴിക്കുകയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ കയറി നല്ല മസാലദോശ കഴിച്ച് തിരിച്ച് റൂമിലെത്തി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണാത്തതുകൊണ്ടും യൂട്യൂബിൽ ഷോർട്സ് കാണാത്തതുകൊണ്ടും ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഞാൻ കയറി ചെന്നതും ആദ്യം ചെയ്തത് കുറച്ച് ഫോൺ നോക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം.